ചാലിയാറിൽ ഉൾപ്പെടെ ഈ പരിശോധന അവസാനവട്ട പരിശോധന എന്ന് നമുക്ക് വിളിക്കാവുന്ന തരത്തിൽ സൂക്ഷ്മമായ രീതിയിലുള്ള ഒരു പരിശോധന നടക്കുന്നുണ്ടായിരുന്നു. എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്? ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം പ്രകാരം ഇന്നലെ രാത്രി ചാലിയാർ മുണ്ടേരി വനമേഖലയിൽ നിന്നും ആദിവാസികൾ താമസിക്കുന്ന മേഖല കുമ്പളപ്പാറ ഭാഗത്തെ മൃതദേഹം കണ്ടെത്തിയതായി ആദിവാസികൾ പോലീസിനെ വിവരം അറിയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സന്നദ്ധ പ്രവർത്തകരും പോലീസ് ഉൾപ്പെടെയുള്ള ഔദ്യോഗിക രക്ഷാ പ്രവർത്തന സംഘവും അങ്ങോട്ടേക്ക് തിരിച്ചിരുന്നു. അവിടെ നടത്തിയ തിരച്ചിലിൽ മൃതദേഹത്തിന്റെ ചില ഭാഗങ്ങൾ ആ ഒരു മേഖലയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. പൂർണ്ണമായും മൃതദേഹമല്ല എന്നുള്ളതാണ് നിലവിൽ നമുക്ക് അവിടെയുള്ള ഉദ്യോഗസ്ഥരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് പുഴയ്ക്ക് മറുവശത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അവ നിലവിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. മൃതദേഹത്തിൽ ഒരു കാലിന്റെ ഒരു ഭാഗമാണ് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഈ അവശിഷ്ടങ്ങൾ പുഴയ്ക്ക് പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. ആ ഒരു മേഖല കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഉൾവനത്തിലാണ് ഇത്തരമൊരു വിവരം കണ്ടതായിട്ട് ആദ്യഘട്ടത്തിൽ ആദിവാസികൾ പോലീസിനെ വിവരം അറിയിച്ചിരുന്നത്. ആ ഒരു മേഖലയിൽ ആദിവാസികൾ മാത്രമാണ് താമസിക്കുന്നത്. കാരണം ചാലിയാർ പുഴയ്ക്ക് അപ്പുറത്ത് കിലോമീറ്ററുകൾ താണ്ടിയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്താൻ സാധിക്കുക. വാണിയമ്പുഴ അതുപോലെയുള്ള ഇരുട്ടുകുത്തി പോലെയുള്ള മേഖലയാണിത്. ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ കൃത്യമായും അവർക്ക് വനത്തിൻ്റെ പല മേഖലകളും അറിയാം. ആ തരത്തിൽ അവർ സഞ്ചരിക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു ഭാഗം കാണപ്പെടുന്നത്. പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഉൾവനം കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഇപ്പോഴും ആ ഒരു മേഖലയിൽ തുടരുന്നുണ്ട്. മലപ്പുറം ജില്ലയിലൂടെ ഒഴുകുന്ന ഈ മുണ്ടേരി ഇരുട്ടുകത്തി ഭാഗത്തുനിന്നും ആരംഭിച്ച് വാഴക്കാട് വരെയുള്ള ഏകദേശം 70 കിലോമീറ്ററോളം നീളമുള്ള ചാലിയാർ തീരങ്ങളുള്ള പരിശോധന ഇപ്പോഴും ഊർജിതമായി തന്നെ തുടരുന്നുണ്ട്. 8ാം ദിനത്തിൽ കാലാവസ്ഥയൊക്കെ തന്നെ അനുകൂലമാണ്. മഴയൊക്കെ തന്നെ മാറി നിൽക്കുന്നുണ്ട്. ചാലിയാറിലെ ഈ ഒഴുക്കൊക്കെ തന്നെ കുറഞ്ഞിട്ടുണ്ടെന്നാണ് രക്ഷാ ദൗത്യ സംഘം നമ്മളോട് വ്യക്തമാക്കുന്നത്. കൂടുതൽ ആളുകൾ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിന് വേണ്ടി ആ ഒരു മേഖലയിലേക്ക് എത്തുന്നുണ്ടെന്നാണ് ജനപ്രതിനിധികളും വ്യക്തമാക്കുന്നത്. ആ ഒരു വനത്തെക്കുറിച്ച് അറിയുന്ന ആ ഒരു മേഖലയിലൂടെ സഞ്ചരിച്ചൊക്കെ പരിചയമുള്ള ആളുകൾ സ്വാഭാവികമായും എത്തുമ്പോൾ ഇനിയും ഒരുപക്ഷെ ഏതെങ്കിലും മേഖലകളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അവയൊക്കെ തന്നെ കൃത്യമായി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാൻ, ആശുപത്രിയിലേക്ക് മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു 7 ദിവസത്തെ തിരച്ചിലിൽ 70-ലധികം മൃതദേഹങ്ങളാണ് ആ ഒരു മേഖലയിൽ നിന്നും കിട്ടിയതെന്ന് നമുക്കറിയാം. 130-ലധികം മൃതദേഹത്തിൻ്റെ പല ഭാഗങ്ങൾ മലപ്പുറം ജില്ലയിലെ ചാലിയാറിനോട് ചേർന്ന തീരമേഖല ഈ ഭാഗങ്ങളിൽ വനമേഖലയിലൊക്കെ തന്നെ കണ്ടെത്തിയിരുന്നു. ഇനി ഒരു പക്ഷേ ഈ കൊത്തിയൊലിച്ചു വന്ന മണ്ണൊലിപ്പിൽ വെള്ളത്തോടൊപ്പം ഒരു പക്ഷേ പുഴയിൽ ഒലിച്ചു വന്ന മറുഭാഗങ്ങളിലേക്ക് മാറിപ്പോയ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ ഉണ്ടോ എന്നത് കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തുന്നത്. നേരത്തെ റവന്യൂ മന്ത്രി കെ രാജനും ഇത് വ്യക്തമാക്കിയിരുന്നു. ഇത്തരത്തിൽ മൃതദേഹത്തിന്റെ ഭാഗങ്ങളൊക്കെ തന്നെ കണ്ടെത്തിയ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഊർജിതമാക്കി നടത്തുമെന്നുള്ളത്. ഇന്ന് വൈകിട്ടോടുകൂടി ഈ ഭാഗങ്ങൾ, അതായത് മേപ്പാടിയിൽ നിന്നും ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനം ഉൾപ്പെടെ പരിശോധന ഈ ഒരു മേഖലയിലേക്കും എത്തിച്ചേരുമെന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ നമ്മളോട് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ കണ്ടെത്താൻ സാധിക്കാത്ത മൃതദേഹങ്ങളൊക്കെ തന്നെ തിരച്ചിലിൽ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് ഇവരുടെയും പ്രതീക്ഷ. അതിനിടയിലാണ് ഇത്തരമൊരു വിവരവും പുറത്തു വരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. അവ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് നിലവിൽ മാറ്റിയിട്ടുണ്ട്. ആ ഒരു മേഖല കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഇപ്പോഴും തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. വിനീത.